മോഹൻ ബഗാൻ 2 കേരള ബ്ലാസ്റ്റേഴ്സ് നിൽ 2 ഗോളെ മേടിച്ചോളല്ലോ എന്ന് ആലോചിച്ച് ആശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഞാൻ 3ഓ 4ഓ ഒക്കെ നമ്മൾ മേടിക്കുമെന്നാണ് ആ ഒരു തുടക്കം കണ്ടപ്പോൾ വിചാരിച്ചത്. പക്ഷേ എന്തായാലും കളി തോറ്റു, ദാറ്റ്സ് ഇറ്റ്. അത് നമ്മൾക്ക് അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം നമ്മളെല്ലാവരും ഈ ഒരു റിസൾട്ട് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു കളീനെ അപ്രോച്ച് ചെയ്തത്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന റിയാലിറ്റി, ഒരു വലിയ വിഭാഗം ഫാൻസിന് എനിക്കറിയാം, ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് കുറച്ച് ആൾക്കാർക്ക് ഇപ്പോഴും ആ ഒരു സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്നാണ്. എന്തായാലും ഈ ഒരു പെർഫോമൻസിലൂടെ അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പം ഇവിടുത്തെ റിയാലിറ്റി ഇതാണ്. കാരണം മോഹൻ ബഗാൻ ഒരു ചാമ്പ്യൻ ISL ടീം, അവർ ആ ടീമിനെ റിട്ടൈൻ ചെയ്തു. അവർ കഴിഞ്ഞ സീസൺ എവിടെ നിർത്തിയോ അവിടെ നിന്ന് അവർ തുടങ്ങി നമ്മളെ വളരെ കൺവിൻസിങ് ആയിട്ട് അവർ ഈ മത്സരത്തിൽ തോൽപ്പിച്ചു. ആൻഡ് നമ്മുടെ അവസ്ഥയോ, കുറെ കീ പ്ലേയേഴ്സിനെ നമുക്ക് നഷ്ടമായി. ക്ലബ്ബ് അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിന്നും തിരിച്ചു വന്ന് കഷ്ടപ്പെട്ട് ഈ സീസൺ കളിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഈ സീസൺ എഴുതി തള്ളണം. കാരണം നമ്മൾക്കൊന്നും പ്രതീക്ഷയില്ല. ഇന്ന് കളി കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ മോഹൻ ബഗാൻ പോലൊരു ടീമും തമ്മിലുള്ള ക്വാളിറ്റി ഡിഫറൻസ് എന്താണെന്ന്. ശരിക്കും ഈ ഒരു ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ ISLന്റെ ചരിത്രത്തിൽ തന്നെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരു മത്സരമായിരുന്നു. നമുക്കറിയാം, ഈ മോഹൻ ബഗാൻ ആവുന്നതിന് മുമ്പ് ATK ആ ഒരു ചരിത്രവും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള റൈവലറിയും, ഈവൻ മോഹൻ ബഗാൻ ആയതിനു ശേഷവും ഫാൻസ് ഒരുപാട് ഏറ്റെടുത്ത ഒരു മത്സരമാണ് രണ്ട് ഗ്രൂപ്പ് ഓഫ് ഫാൻസും. പക്ഷേ ഇന്ന് ഈ 2026 ഫെബ്രുവരി 14 ഇന്ന് നമ്മളിത് സംസാരിക്കുമ്പോൾ ഈ 2 ക്ലബ്ബുകൾ, ഇത് ട്രഡീഷണൽ പവർ ഹൗസസ് ഓഫ് ഇന്ത്യൻ ഫുട്ബോൾ എന്നൊക്കെ വേണമെങ്കിൽ, ഇന്ത്യൻ ഫുട്ബോൾ അല്ല ISL എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഈ 2 ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അത് ഓരോ ദിവസം കഴിയുന്തോറും എന്തോരം വലുതാവുകയാണ്. മോഹൻ ബഗാൻ ഇവിടെ, നമ്മൾ ഇവിടെയാണ്. ലൈക്ക് ആ ഒരു ഗ്യാപ്പ് ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. ഓൺ ദ പിച്ചായാലും ഓഫ് ദ പിച്ചായാലും എന്തുകൊണ്ടായാലും. എന്തായാലും വളരെ നിരാശ നൽകുന്നൊരു പെർഫോമൻസ് തന്നെയാണ് തീർച്ചയായിട്ടും. കാരണം നമ്മൾ കളിച്ചിട്ടില്ല ഈ മത്സരത്തിൽ. മോഹൻ ബഗാൻ തന്നെയായിരുന്നു കളി ഫുൾ ഡോമിനേറ്റ് ചെയ്തത്. ആൻഡ് ആ കെവിൻ യോക്ക് ഇറങ്ങിയിട്ടാണെന്ന് തോന്നുന്നു നമ്മൾ ആക്ച്വലി അവരുടെ ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചതും കാര്യങ്ങളൊക്കെ കളിയിലൊരു അനക്കമൊക്കെ ഉണ്ടായത്. അതുവരെ ഫുൾ കംപ്ലീറ്റ് ഡോമിനേഷൻ ആയിരുന്നു. നമ്മൾ കളിയിലേ ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഫുൾ ടൈം 10 ബിഹൈൻഡ് ദ ബോൾ, അല്ലെങ്കിൽ ബർട്ടോമ്യൂ അവിടെ ഒരു സിംഗിൾ മാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫോർ ഓൾ സിംഗിൾസ് ഓൺ വാലന്റൈൻസ് ഡേ ബർട്ടോമ്യൂ ഒരു സിംഗിൾ ലോൺ സ്ട്രൈക്കറായിട്ട് അവിടെ സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്തു. എന്തായാലും ഇതിൽ നിന്ന് എനിക്ക് കൂടെ ഉള്ള ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ സീസണിൽ നമുക്ക് മോഹൻ ബഗാനെ നേരിടേണ്ടെന്നുള്ളതാണ്. കാരണം ഈ ഒരു സീസണിൽ റെലഗേഷനൊക്കെ ഉണ്ട്, നമുക്കറിയാം. ഒരു മത്സരവും കൂടി ഇതുപോലെ അവരായിട്ട് കളിച്ചാൽ അത് നമ്മുടെ പോയിന്റ്സിനും ഗോൾ ഡിഫറൻസിനും കോൺഫിഡൻസിനും ഒക്കെ വലിയൊരു അടിയായനെ. സോ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഈ മത്സരത്തിൽ നിന്നും ഞാൻ 5 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് പറയാനുള്ള കാര്യം, അത് ഡേവിഡ് കാറ്റ്ലയുടെ ടീം സെലക്ഷനെ കുറിച്ച് തന്നെയാണ്. കാരണം ഇതിന് തൊട്ട് മുമ്പ് നമ്മളൊരു 5 ചാലഞ്ചസ് വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എടുത്ത് പറഞ്ഞിരുന്നു പുള്ളിയുടെ ചില തീരുമാനങ്ങൾ ലൈനപ്പിൽ കൊണ്ടുവരുന്ന, പുള്ളി മെറിറ്റ് ബേസ് ചെയ്ത് തന്നെയാണോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോൾ ഭയങ്കര വലിയ സംശയമുണ്ട്. കാരണം വളരെ ഓബ്വിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്ന പോലെയാണ് ഒരു ആരാധകൻ എന്ന രീതിയിലും ഇത്രയും നാൾ കളി കണ്ട് പുള്ളിയുടെ ടീമുകളെ വാച്ച് ചെയ്ത രീതിയിലൊക്കെ നോക്കുമ്പോഴും, പിന്നെ നമുക്കറിയാമല്ലോ നമ്മുടെ പ്ലെയേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ ക്വാളിറ്റികൾ എന്താണെന്നൊക്കെ ഒരു റഫ് ഐഡിയ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വെച്ച് എനിക്ക് നോക്കിയിട്ട് ഒരിക്കലും ഇതൊരു ജസ്റ്റിഫൈഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാം ഈ സഹീഫിനെ പുള്ളി എന്തിനാണ് ലൈനപ്പിൽ ഇട്ടതെന്ന്. ഞാൻ സൂപ്പർ കപ്പിൻ്റെ സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് സഹീഫിനെ കാറ്റൽ അവിടെ പ്രിഫർ ചെയ്യുന്നു എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം നമുക്കറിയാം നവോച്ച ഡിസിപ്ലിനറി കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, ഡിഫെൻസിവ്ലിയും ചില സമയങ്ങളിൽ വൾണറബിൾ ആണ്, കുറച്ചും കൂടെ അറ്റാക്ക് പ്രിഫർ ചെയ്യുന്ന ഒരു ഫുൾ ബാക്ക് ആണ്. മേ ബി അതുകൊണ്ടായിരിക്കാം സഹീഫിനെ കാറ്റൽ അവിടെ കളിപ്പിക്കുന്നത്. മോഹൻ ബഗാനായിട്ടൊരു ഓപ്പൺ മത്സരത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഒരു അപ്പ് ആൻഡ് ഡൗൺ കളി വരികയാണെങ്കിൽ അവർ നമ്മളെ അടിച്ച് നശിപ്പിച്ച് കളയും. അങ്ങനെ ഒരു 6-7 ഗോളൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും പുള്ളി കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിട്ട് പുള്ളി ഈ സെയിം സാധനം സൂപ്പർ കപ്പിലും കളിപ്പിച്ചിരുന്നു. അന്ന് നമ്മൾ മോഹൻ ബഗാനെ ഒന്നും നേരിട്ടില്ലെങ്കിലും പുള്ളി ഈവൻ ആ ടീമുകൾക്കെതിരെ വരെ പുള്ളി ഇങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഫോളോ ചെയ്തത്. ക്ലിയർലി ഇത് വർക്ക് ചെയ്യുന്നില്ലെന്ന് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് മനസ്സിലായി. കാരണം ആ ഫസ്റ്റ് ഗോളിൻ്റെ സമയത്താണെങ്കിലും എനിക്ക് തോന്നുന്നു അഭിഷേക് മേത്തയെ സഹീഫിനെ മറികടന്നാണ് അങ്ങോട്ട് കയറി അവിടെ പാസ് കൊടുത്ത് പിന്നെ മക്ലാറനിലേക്ക് ആ ബോളെത്തി നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ക്ലിയർലി, പിന്നെ സഹീഫ്
ലിസ്റ്റണെതിരെ വന്നപ്പോഴും 1-on-1 ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടാണ് പുള്ളി ലിസ്റ്റൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ച് നിന്നത് കുറച്ച് നേരമെങ്കിലും. പിന്നെ വീണ്ടും എന്തുകൊണ്ടാണ് കാറ്റല ഈ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഹാഫ് ടൈമിൽ ആക്ച്വലി പുള്ളി നവോച്ചേനെ അവിടെ കൊണ്ടുവന്നു, എന്നിട്ട് അവിടെ ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ പോലെ നവോച്ചയും അങ്ങനെ കുറച്ചും കൂടെ സൈഫിനെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റോൾ നവോച്ച അവിടെ കളിച്ചു. അപ്പം ആ ഒരു ഡിസിഷൻ ശരിക്കും സിഗ്നൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി ആദ്യം ചെയ്ത ആ ഒരു സംഭവം ചെറുതായിട്ടൊന്ന് പാളി, അപ്പം അവിടെ കുറച്ച് സിമെൻ്റ് ഇട്ട് ടൈറ്റ് ആക്കാം എന്നുള്ള ആ ഒരു അപ്രോച്ച് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം തീർച്ചയായിട്ടും എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? ഈ കളിക്ക് മുമ്പ് തന്നെ നവോച്ചനെ ലെഫ്റ്റ് ബാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ഒരു അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യം അവിടെ ഇല്ലല്ലോ. കാറ്റല ശരിക്കും ഈ ഒരു മത്സരത്തിൽ എങ്ങനെയെങ്കിലും ഒരു ഡ്രോ പിടിക്കാം അങ്ങനെ ഒരു അപ്രോച്ച് ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ലൈനപ്പ് കണ്ടപ്പോഴും അതിൻ്റെ അകത്ത് വലിയൊരു ഇൻറ്റൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. കാരണം ഒരിക്കലും നമ്മൾ 90 മിനിറ്റ് ഒന്നും 10 പേരെ ബോളിൻ്റെ പിന്നിൽ വെച്ച് മോഹൻ ബഗാനായിട്ട് 0-0 ഡ്രോ ഒന്നും പിടിക്കാൻ പോകണില്ലെന്ന് നമുക്കറിയാം. കാരണം അവർക്ക് അതിൻ്റേതായ അറ്റാക്കിംഗ് ക്വാളിറ്റി ഉണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രഷർ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. നമുക്കറിയാം, ചായയിൽ മുക്കിയ ബിസ്ക്കറ്റ് പോലെയാണ് നമ്മൾ. പ്രഷർ കൂടുന്തോറും നമ്മളിങ്ങനെ പൊടിഞ്ഞു പോകും. അത് നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പം ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് നമ്മൾ സൂപ്പർ കപ്പിൽ കണ്ടതല്ലേ മുംബൈ സിറ്റി ആയിട്ട്. ആ ഒരു റെഡ് കാർഡിന് ശേഷം നമ്മൾ അൾട്രാ ഡിഫെൻസീവായി, അത് അവസാനം നമുക്ക് പണിയും കിട്ടി. അപ്പം അങ്ങനെ ഒരു പാഠം നമ്മുടെ കാറ്റലയ്ക്ക് ഓൾറെഡി ഉള്ളപ്പോൾ പുള്ളി എന്തിനാണ് ഈ കളിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ലൈനപ്പ്, അതായത് സഹീഫിൻ്റെ ഇൻക്ലൂഷനും ഒക്കെ കുറച്ച് ക്വസ്റ്റ്യനബിൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്കറിയാം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് മത്സരങ്ങൾ ഓണാവുന്നത്. അപ്പം ഞാനിങ്ങനെ വന്ന് ഒരു പ്ലെയറിനെ സിംഗിൾ ഔട്ട് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിൽ ശരിക്കും കറക്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അതിന് 2 സൈഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് ആംഗിൾ ഉണ്ട്. പക്ഷേ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. കാരണം കോച്ചിന് അൾട്ടിമേറ്റ്ലി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് കറക്റ്റ് ലൈനപ്പ് ചൂസ് ചെയ്യാന്നുള്ള. നമ്മൾ നമ്മുടെ സ്ട്രോങ്ങസ്റ്റ് ലൈനപ്പ് അല്ല ഒരു പക്ഷേ ഈ മത്സരത്തിന് ഉപയോഗിച്ചതെന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് എനിക്കും. എന്തായാലും നമുക്ക് നോക്കി കാണാം. കാറ്റല ഈ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ പുള്ളിയുടെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാവും. അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പരിധി കഴിഞ്ഞ് ഇത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം സൂപ്പർ കപ്പിലും ഞാൻ ശരിക്കും സഹീഫിനെ കുറിച്ച് ആ വീഡിയോ ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് സഹീഫ് കളിക്കുന്നു എന്നുള്ളത്. അത് ചെയ്തപ്പോഴും ഞാൻ കാറ്റലയ്ക്ക് ഒരു ബെനിഫിറ്റ് ഓഫ് ദ ഡൗട്ട് കൊടുത്തോടെ. കാരണം കോച്ചാണ്, ട്രെയിനിങ്ങിൽ പുള്ളിക്ക് മനസ്സിലാവും. ചിലപ്പോൾ ഒരു പ്ലെയർ ട്രെയിനിങ്ങിൽ നമ്മൾ ആരും കാണാത്തൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം അയാൾ ലൈനപ്പിൽ വരുന്നത്. പക്ഷേ അത് ക്ലിയർലി വർക്കൗട്ട് ആവുന്നില്ല എന്നൊരു 2 മത്സരം 3 മത്സരം തുടർച്ചയായിട്ടൊരു എവിഡൻസ് വരികയാണെങ്കിൽ വീണ്ടും നമ്മൾ അതിനെ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും എന്നുള്ളതാണ്. മോഹൻ ബഗാനെ കുറിച്ച് പറയുമ്പോൾ റൊബീഞ്ഞോ എന്നറിയപ്പെടുന്ന നമ്മുടെ റോബ്സൺ ഡ സിൽവ, ആ ബ്രസീലിയൻ പ്ലെയർ, അയാളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ വയ്യ കേട്ടോ. പുള്ളി ശരിക്കും സെക്കൻഡ് ഹാഫ് ആയപ്പോൾ പുള്ളിയുടെ ഇമ്പാക്റ്റ് കുറച്ചൊന്ന് കുറഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ഇൻക്രെഡിബിൾ, ലൈക്ക് ആ ഒരു എക്സ് ഫാക്ടർ ഉണ്ടല്ലോ. ഈ മോഹൻ ബഗാനിൽ കുറേ എക്സ് ഫാക്ടറുകൾ ഉണ്ട്, അത് വേറെ കാര്യം. ലിസ്റ്റൻ കൊളാസോ, ഡിമി പെട്രാറ്റോസ് നമുക്കറിയാം ഏത് റേഞ്ചാണെന്ന് ISL പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പെർഫോമൻസുകൾ. മക്ലാറൻ ഉണ്ട് ഒബ്വിയസ്ലി. ഓരോ വർഷം ഇത്രയും ഓപ്ഷൻസ്, ലൈക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഒരു ടീം ബിൽഡ് ചെയ്യേണ്ടതല്ലേ. ആ ഒരു 4 പേര്, ആ ഒരു ക്വാർട്ടററ്റ് നിങ്ങളൊന്ന് നോക്കിയേ. ഫ്രണ്ടിൽ മക്ലാറൻ, ഈ സൈഡിൽ റോബ്സൺ, ഇവിടെ ലിസ്റ്റൺ, അതിൻ്റെ തൊട്ട് പുറകിൽ ഡിമി. എന്ത് വേണം? ആൻഡ് ഈ ഒരു മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ റോബ്സൺ അവിടെ ലെഫ്റ്റ് വിങ്ങിൽ അഴിഞ്ഞാട്ടമായിരുന്നു. ഐബാനെ തലകുത്തി മറിച്ചിട്ടൊക്കെ പോകുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ കണ്ടു. ശരിക്കും നമ്മളിട്ട് കളിപ്പിക്കുക എന്ന് പറയില്ലേ, അമ്മാതിരി എഫർട്ട്ലെസ് ആയിട്ടാണ് റോബ്സൺ ഈ കളി തുടങ്ങിയത്. ആ ഒരു ഫസ്റ്റ് 45 മിനിറ്റ്സിൽ അൺപ്ലേയബിൾ, ലൈക്ക് അടുത്തെത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഒരു ഡിഫൻഡറിനും അടുത്തെത്താനോ ഒന്ന് തോണ്ടാനോ പറ്റിയിട്ടില്ല റോബ്സൺ. അമ്മാതിരി കളിയാണ് കളിച്ചത്. അതിൽ ലിസ്റ്റണിന് ഒരു പാസ് നൽകുന്നുണ്ട്, എത്രാമത്തെ മിനിറ്റിലാന്ന് ഞാൻ മറന്നുപോയി. ഫസ്റ്റ് ഗോൾ അടിച്ചു കഴിഞ്ഞിട്ടാണ്, ഹാഫ് ടൈമിന് മുമ്പാണ്. ഒരു ചെറിയൊരു ലിസ്റ്റൺ ഇവിടെ നിന്നൊരു റണ്ണ് മേക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാസ് കൊടുക്കുന്നുണ്ട്. ശരിക്കും കുറേ പേരെ അട്രാക്ട് ചെയ്തിട്ട് ആ ഒരു ഫ്രീ സ്പേസിലോട്ടൊരു പാസ് കൊടുക്കുന്നത്. ആ സാധനം ആ ഒരു ക്വിക്ക് മോമെൻറ്റിൽ, ആ ഒരു പെട്ടെന്നൊരു ചേഞ്ച് ഓഫ്, ലൈക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ ഒരു ടൈറ്റ് സ്പേസിലൊക്കെ ഡ്രിബിൾ ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഭയങ്കര കോമ്പാക്ട് ഇങ്ങനെ ഇതായിട്ടായിരിക്കും കളിക്കുന്നത്. പക്ഷേ ആ പെട്ടെന്ന് ആ ഒരു പാസ് കൊടുക്കാനുള്ള ആ ഒരു വിഷൻ, ആ ഒരു പെട്ടെന്ന് ആ സാധനം എക്സിക്യൂട്ട് ചെയ്യുക, ആ ഒരു ഇൻസ്റ്റൻറ്റിലാണ് അങ്ങോട്ട് പാസ് കൊടുക്കുന്നത്. വേണമെങ്കിൽ ബാക്കിയുള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ ആ ഒരു ഡ്രിബിളിൻ്റെ ഇതിൻ്റെ അകത്ത് ഭയങ്കര ഇത്രയും ക്രൗഡഡ് ആകുമ്പോഴത്തേക്ക് അവിടെ ബോൾ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു വെപ്രാളം വരാം. ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് ലിസ്റ്റിന് അവിടെ ഒരു പാസ് കൊടുക്കുന്നു. ആ പാസിൽ നിന്നൊന്നും ഉണ്ടായില്ല, പക്ഷെ എന്തായാലും ആ ഒരു ക്ലാസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ പ്ലെയറിൽ. മോഹൻ ബഗാന് വലിയൊരു റോള് കളിക്കാൻ പോകുന്ന ഒരു താരമാണെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ഈ ടീമിനെ ചിലപ്പോൾ വീണ്ടും ചാമ്പ്യന്മാരാക്കുന്ന ഒരു മെയിൻ ഫാക്ടറി പ്ലെയറായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും എക്സൈറ്റിംഗ് ടൈംസ് ഇഫ് യു ആർ എ മോഹൻ ബഗാൻ ഫാൻ.
കേരള ബ്ലാസ്റ്റേഴ്സിൽ അങ്ങനെ ഒരു പ്ലെയർ വരട്ടെ. കെവിനിയോക്ക് നമുക്ക് ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു വിധി എഴുതാൻ നമുക്ക് സമയമായിട്ടില്ല. ഇനിയും നമുക്കൊരു സ്റ്റാർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു പെർഫോമൻസ് കൺസിസ്റ്റൻ്റ്ലി പ്രോഡക്റ്റ് ഒക്കെ വന്നാലേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പകുതിയെങ്കിലുമൊക്കെ ആ പ്ലെയറിൽ നിന്ന് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറയാറായിട്ടില്ല. എന്തായാലും റോബ്സൺ ടുഡേ ഇൻക്രെഡിബിൾ. മോഹൻ ബഗാൻ ഫാൻസ് എല്ലാവരും അത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്തായാലും ആ പെർഫോമൻസ്, അതിൽ സംശയമൊന്നുമില്ല. അടുത്ത ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം, നമ്മുടെ പ്ലേയേഴ്സ് അത്ര ഷാർപ്പല്ല. നിങ്ങളത് ശ്രദ്ധിച്ചോ? മോഹൻ ബഗാൻ്റെ പ്ലേയേഴ്സിനെ പോലെയല്ല നമ്മുടെ പ്ലേയേഴ്സ് ഇത്രയും നാൾ ട്രെയിൻ ചെയ്യാണ്ടിരുന്നോ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യണില്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും അവരുടേതായ പേഴ്സണൽ ട്രെയിനിങ്ങും ജിം വർക്കോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ ഒരു മാച്ച് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു ടീമായിട്ട് കളിച്ചതിൻ്റെ ആ ഒരു കോർഡിനേഷനോ ആ ഒരു ഷാർപ്നെസ്സോ ആരിലും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ഏറ്റവും കൂടുതൽ എടുത്തു നിന്നത് ഇന്ന് കോറൂസിംഗിലായിരുന്നു. ശരിക്കും ഞാനിങ്ങനെ പറയാവുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം നമ്മൾ അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ആകെക്കൂടെ ഉള്ള ഒരു പ്രതീക്ഷയുടെ ഒരു ഇതായിരുന്നു കോറൂസിംഗ്. കാരണം പുള്ളിയുടെ ആ ഒരു എമർജൻസും പയ്യൻ കളിച്ചതും അത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ടീമിനെ ഒറ്റയ്ക്ക് ക്യാരി ചെയ്ത എത്ര സിറ്റുവേഷനുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫൈൻഡുകളിൽ ഒന്നായിരുന്നു കഴിഞ്ഞ സീസണിലെ കോറൂസിംഗ്, അതിലൊരു സംശയമില്ല. പക്ഷേ ഇന്ന് കോറൂസിങ്ങിൻ്റെ പെർഫോമൻസ് ഒരു ടച്ച് എങ്കിലും ഹെവി അല്ലാണ്ടിരുന്നത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടപ്പോൾ എല്ലാ ടച്ചും ഹെവി ആയിരുന്നു. പാസുകൾ മോശമായിരുന്നു. പിന്നെ ഒരു കളിയുടെ തുടക്കത്തിൽ നിങ്ങളൊരു രണ്ടാമത്തെ മിനിറ്റിലാണെന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മുടെ കളിയിലെ എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തൊരു പ്ലേ ആയിരുന്നു നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത് ആ രണ്ടാമത്തെ മിനിറ്റിൽ നമ്മൾ ആക്ച്വലി മോഹൻ ബഗാൻ്റെ പ്രസ് ബീറ്റ് ചെയ്തൊരു കളി കളിച്ചു. ആദ്യം ഐബാൻ റൗളിന് കൊടുത്തു, റൗളിൻ സച്ചിന് കൊടുത്തു, സച്ചിൻ മോളിൽ കൂടെ ഒരു പാസ് ഐബാന് വീണ്ടും കൊടുത്തു, ഐബാൻ കോറൂനെ റിലീസ് ചെയ്തു. അത് ഭയങ്കര ശരിക്കും ആ രണ്ടാമത്തെ മിനിറ്റിൽ ആ സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇങ്ങനെയൊക്കെ നമുക്ക് കളിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ അൺസ്റ്റോപ്പബിൾ ആയിരിക്കും. കാരണം നമുക്ക് നല്ല രണ്ട് യങ് വിങ്ങേഴ്സ് ഉണ്ട്, പേസി ആയിട്ടുള്ള വിങ്ങേഴ്സ് ഉണ്ട്, ബെർട്ടോബും അവിടെ ഉണ്ട്, ഗോൾ അടിക്കാൻ ആളുണ്ട്. ഇങ്ങനെ പ്രസ്സിനെയൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യുക. അത് മോഹൻ ബഗാൻ്റെ പ്രസ്സിനെയൊക്കെ നമ്മൾ ഇത്രയും ഭയങ്കര റൗളിൻ വന്ന് അവിടെ നിന്ന് കളിക്കുന്നു, സച്ചിന് കൊടുക്കുന്നു, സച്ചിൻ കോൺഫിഡൻ്റ് ആയിട്ട് ബോൾ ഡിങ്ക് ചെയ്ത് ഐബാന് കൊടുക്കുന്നു. പെർഫെക്റ്റ് റൈറ്റ്. മറ്റേ ഇന്റർ ചാമ്പ്യൻസ് ലീഗിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുണ്ട്, ഇന്റർ ഒരു പ്രസ് ബീറ്റ് ചെയ്യുന്ന ഒരു വൈറൽ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെയല്ല, പക്ഷെ എന്നാലും നമ്മുടെ രീതിയിൽ അതുപോലത്തെ ഒരു സാധനം, അങ്ങനെ ഒരു സാധനം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ കൊള്ളാലോ. പക്ഷേ ഐബാൻ ആ ബോൾ കളിച്ച് കോറ് ഒന്ന് സ്ലിപ്പായി, അവിടെ ആൽബർട്ടോ റോഡ്രിഗസ് വന്ന് ആ ബോൾ എടുത്ത് നമ്മുടെ ചാൻസ് പോയി. അതിനുശേഷം അങ്ങോട്ട് ഒരുപാട് മൊമെൻറ്റ്സിൽ കോറൂരിൻ്റെ ടച്ച് ഹെവി ആയിരുന്നു, 2-3 മോശം ക്രോസുകൾ ഉണ്ടായിരുന്നു. എന്താ പ്രശ്നം എന്നറിയാം, ഇതൊരു ക്രിറ്റിസിസം അല്ല, പക്ഷേ ഈ ടീമിൻ്റെ അത്രയും ഇൻറ്റഗ്രൽ ആയിട്ടുള്ള അത്രയും ഹോപ്പ് നമ്മൾ കരുതി വെക്കുന്ന ഒരു പ്ലെയർ, ലൈക്ക് നമുക്കറിയാം ഈ സൂപ്പർ കപ്പിലായാലും ഏതിലായാലും കോറു ആ ലൈനപ്പിൽ ഉണ്ടെങ്കിൽ ആ റൈറ്റ് വിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളൊരു കോൺഫിഡൻസിലാണ് നമ്മളെല്ലാവരും കളി കാണുന്നത്. ഈ ടീമിൻ്റെ അറ്റാക്കിങ്ങിൽ ഏറ്റവും നമ്മൾ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു പ്ലെയറാണ് ഈ മത്സരത്തിൽ. നമുക്കറിയാം, നമുക്ക് ബെർട്ടോമിയൊക്കെ വരുന്നേ ഉള്ളൂ, ബെർട്ടോമിയിലേക്കൊക്കെ നമുക്കിനി വരാം. പക്ഷേ എന്തായാലും നിഹാലിൽ നിന്നുള്ളതിനേക്കാളും എക്സ്പെക്റ്റേഷൻ കോറൂന്നുണ്ടായിരുന്നു, കോറു എന്തെങ്കിലും ചെയ്യുമെന്നുള്ള. മേ ബി അതുകൊണ്ടായിരിക്കാം ഇത്രയും ഒരു വീക്കായിട്ടുള്ള പെർഫോമൻസ് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. മേ ബി അത് എൻ്റെ ഒരു കുഴപ്പമായിരിക്കാം, മേ ബി ഞാനത് ഒരുപാട് നോട്ടീസ് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉടനീളം ടീമിലുണ്ടായിരുന്നു. എല്ലാവരും നിഹാലാണെങ്കിലും ആരും അത്രയും ഷാർപ്പല്ല, എന്തോ ഒരു മിസ്സിങ്. റൗളിൻ അത്രയും സ്പീഡില്ല, ഒരു ഡൈനാമിക് ആയിട്ടല്ല കളിച്ചത്, എല്ലാവരിലും അതുണ്ടായിരുന്നു. അപ്പം അത് നമ്മളെ ശരിക്കും അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പ് കളിയിൽ ഉടനീളം നമ്മളെ അത് വേട്ടയാടിക്കൊണ്ട് തന്നെ ഇരുന്നു. നമ്മുടെ പ്ലെയേഴ്സൊക്കെ കുറച്ചൊന്ന് ഒരു റിയാക്ഷൻ ടൈമും ഒക്കെ ഭയങ്കര കുറവായിട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ആ ഒരു സംഭവം അത് നമ്മൾ എത്ര പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇതിലേക്ക്, ഇനിയിപ്പോൾ ഒരാഴ്ച ഉണ്ട് അടുത്ത മത്സരത്തിനായിട്ട്, അതിനുള്ളിൽ നമ്മൾ അതൊന്ന് ബാക്ക് ടു ആ ഒരു സ്പീഡായിട്ട് വരണം. കാരണം അറിയാം പ്രീ സീസണൊക്കെ എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നെന്നോ അല്ലെങ്കിൽ എത്രത്തോളം കുറവായിരുന്നെന്നൊക്കെ നമുക്കറിയാം. ആ ഒരു ഫാക്ടർ ഭയങ്കരമായിട്ട് എടുത്തു നിന്ന പോലെ എനിക്ക് തോന്നി. നമ്മളൊരു ഷാർപ്പല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും റിയാക്ട് ചെയ്യാൻ നമ്മുടെ പ്ലേയേഴ്സ് കുറച്ച് സ്ലോ ആയതുപോലെ എനിക്ക് തോന്നി. മോഹൻ ബഗാനെ പോലെ ഒരു ടീമിനെതിരെ ഒന്നും അങ്ങനത്തെ ഒരു അപ്രോച്ച് ഒരിക്കലും വർക്കാവില്ല. കാരണം അവരത്രയും ക്വാളിറ്റി ഉള്ള ഒരു ടീമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു ഫ്രണ്ട് ഫുട്ടിലായിരിക്കണം, അവരെ നമ്മൾ പുഷ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് സംഭവിച്ചത് തന്നെ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കും. കാരണം നമ്മളിങ്ങനെ ഫുൾ കളി ചേസ് ചെയ്തുകൊണ്ടിരിക്കും, അവരിങ്ങനെ ടെമ്പോ സെറ്റ് ചെയ്യും, അവർ നൈസായിട്ട് ഇത് ചെയ്യും, നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ ആ ബോളും സെർച്ച് ചെയ്ത് എവിടെന്നെങ്കിലും ഒരു ബോൾ വീണ് കിട്ടണേ, അവരുടെ ഒരു മിസ്റ്റേക്ക് തന്നെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യാൻ, അങ്ങനെ ചേസിങ് ഷാഡോസ് എന്ന് പറയും ഇതിന്, ഭയങ്കര കോമൺ ടേമാണ്, ആ ഒരു സംഭവമാണ്. അങ്ങനെ നമ്മളിങ്ങനെ
ചേസ് ചെയ്തുകൊണ്ടേയിരിക്കും കളി. നമ്മളെപ്പോഴും കളി ചേസ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും ആ കളിയിൽ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റില്ല. ഇന്നും അത് തന്നെയാണ് ശരിക്കും സംഭവിച്ചത്. നമ്മൾ കളിയിലെ മെജോറിറ്റി ഓഫ് ദ കളിയിൽ നമ്മൾ കളിയിലേ ഉണ്ടായിട്ടില്ല. ഇനി നമുക്ക് 2 പുതിയ കീ പ്ലെയേഴ്സിനെ കുറിച്ച് സംസാരിക്കാം. വിക്ടർ ബെർട്ടമു, റൗളിൻ ബോർജസ്. ഇവർ രണ്ടുപേരും ഈ മത്സരം സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മുടെ ടീമിലേക്ക് നമുക്കറിയാം ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള 2 ക്രൂഷ്യൽ പൊസിഷനുകളിലേക്ക് വന്ന പുതിയ 2 താരങ്ങളാണ്. റൗളിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കൺസേൺസ് ഞാൻ പറഞ്ഞിരുന്നു. ആ ഒരു ഏജും ആ ഒരു ഫിറ്റ്നസ് ഇഷ്യൂവും, അത് രണ്ടുമാണ് ആ ഒരു മെയിൻ കൺസേൺ. കാരണം ഇവിടെ വന്നിട്ട് ആ ഒരു നമുക്ക് അറിയാവുന്ന ഒരു റൗളിൻ ബോർജസ് ഉണ്ടല്ലോ, ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള ആ ഒരു മിഡ്ഫീൽഡർ. ആ ഒരു മിഡ്ഫീൽഡറിൻ്റെ ഒരു നിഴൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ എന്നുള്ളതാണ്. ഒരു മത്സരത്തിൽ നിന്ന് ജഡ്ജ് ചെയ്യുന്നതല്ല കേട്ടോ. പക്ഷേ ഒരു മത്സരം എന്ന് പോലും പറയാൻ പറ്റില്ല, 45 മിനിറ്റേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ റൗളിന് ആ ഒരു പിച്ച് കവർ ചെയ്യുന്നതിലൊന്നും പ്രശ്നമില്ല. കാരണം നല്ല ലോങ് ലെഗ്സ് ആണ്, അവിടെ ഇവിടെയൊക്കെ പോയി കവർ ചെയ്യാം. പക്ഷേ റൗളിൻ്റെ പീക്കിൽ കൊണ്ടുവന്നിരുന്ന ആ ഒരു ഡൈനാമിക് മിഡ്ഫീൽഡർ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടല്ലോ, ഫ്രണ്ട് ഫുട്ടിൽ മറ്റേ ഒപ്പോണൻസിനെ ഇത് മുമ്പിലോട്ട് പാസുകൾ കളിച്ച് കുറച്ചൊന്ന് ബോക്സ് ടു ബോക്സ് ഒക്കെ കളിക്കാൻ പറ്റിയ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പോകാൻ പറ്റിയൊരു പ്ലെയർ അതൊരിക്കലും അല്ല റൗളിനിപ്പോൾ. റൗളിന് എന്തെങ്കിലും തെറ്റ് ചെയ്തോന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല പുള്ളി. ലൈക്ക് പുള്ളിനെ കുറ്റപ്പെടുത്താൻ പുള്ളി കാരണമല്ല നമ്മൾ ഈ കളി തോറ്റത്. പക്ഷേ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണമല്ലോ, മീൻസ് അതാണല്ലോ ഇതിൻ്റെയൊക്കെ ഒരു നമ്മുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമായിട്ടൊരു പെർഫോമൻസ് വരണമെന്ന് തന്നെയാണ് DM കളിക്കുന്ന ഒരു പ്ലെയറിൽ നിന്ന്. പക്ഷേ അത് വന്നില്ല എന്നുള്ളതാണ്. ഈ 45 മിനിറ്റിൽ നമുക്കത് കാണാനായില്ല. എവിടെയും അതിൻ്റെ ഒരു സിഗ്നൽ പോലും ഉണ്ടായിരുന്നില്ല. പേസ് റൗളിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഈ മത്സരത്തിൽ നിന്ന് മനസ്സിലായി. കാരണം തീരുമാനങ്ങൾ എടുക്കാനും പാസുകൾ നൽകാനും ഒക്കെ, ഇപ്പോൾ പാസുകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് വൈകിയാണ് ആ ഒരു തീരുമാനം വരുന്നതൊക്കെ. ക്രിട്ടിക്കൽ സംഭവമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ പൊസിഷനിൽ വേറെ ആര് കളിക്കുമെന്നുള്ളതിൽ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള വേറെ ഒരു ഓപ്ഷനും ഇല്ല നമുക്ക്. റൗളിൻ എന്ന സൈനിങ് നമുക്ക് വർക്കായേ പറ്റുള്ളൂ. എന്തെങ്കിലും പ്രതീക്ഷ വേണമെങ്കിൽ ആ സൈനിങ് നമുക്ക് വർക്കാവണം, അല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്യരുതായിരുന്നു. ലൈക്ക് സൈൻ ചെയ്തപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ഇത് വർക്ക് ആയില്ലെങ്കിൽ നമ്മുടെ കാര്യം അധോഗതിയാണ്. കാരണം വേറെ ആര് കളിക്കാനാണ് അവിടെ? മത്തിയാസ് ഹെർണാണ്ടസ് ഉണ്ട്, പുള്ളി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പുള്ളിക്ക് അവസരം കിട്ടി പുള്ളി കളിച്ചാൽ രക്ഷപ്പെട്ടു. പക്ഷേ എന്നാലും അപ്പം ISL ബാക്കിയുള്ള ടീമുകളുടെ DMസിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കിയാൽ അത്രയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മത്തിയാസ് ഹെർണാണ്ടസും ഇല്ല, ഉണ്ടാവില്ല. ഞാനങ്ങനെ ഒരുപാട് കളിയൊന്നും പുള്ളി കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ് പുള്ളി എങ്ങനെയായിരിക്കും കളിക്കുന്നതെന്ന് അറിയാൻ. പക്ഷേ ഞാൻ കേട്ടത് വെച്ച് അത്ര ഭീകര പ്ലെയറൊന്നും അല്ല, കുഴപ്പമില്ല, തട്ടിമുട്ടിയൊക്കെ പോകാമെന്നേ ഉള്ളൂ. അപ്പം റൗളിൽ നമ്മൾ എന്തായാലും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അപ്പം ആ സംഭവം അതിൽ റിട്ടേൺ കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ കൺസേൺ തന്നെയാണ്. ഇനി നമുക്ക് ബെർട്ടമുവിലേക്ക് വരാം. ഒബ്വിയസ്ലി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഈ ക്ലബിലേക്ക് വരുന്ന എല്ലാ ഫോറിൻ നമ്പർ 9കളും നമ്മളെ ത്രില്ലടിപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലേ. ഡിമി, ഹേസസ് ഹിമെനസ്, കോൾഡോ ഒബിയേറ്റ, അങ്ങനെ എല്ലാവരും അത്യാവശ്യം. കോൾഡോയൊക്കെ കുറച്ച് 3 മത്സരങ്ങളെ കളിച്ചുള്ളെങ്കിലും അത്രയും വലിയൊരു ഇമ്പ്രഷനാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ബെർട്ടമുവിന് ഈ ഒരു മാച്ചിൽ എൻ്റെ മെയിൻ കൺസേൺ പുള്ളിയുടെ ഇഞ്ചുറി പ്രശ്നമാണ്. കാരണം ഈ മത്സരത്തിൽ പെട്ടെന്ന് തന്നെ 2 തവണ ക്രാംസ് വന്ന്, എന്താണ് ഹാംസ്ട്രിങ്ങിനാണ് ഇഷ്യൂ, എന്തോ കുഴപ്പമുണ്ടോ ഇല്ല, ഫുള്ളി ഫിറ്റായിട്ട് പുള്ളി കളിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ആ ഒരു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആയിട്ടാണ് പുള്ളി, ഭയങ്കര ഡെസേർട്ടഡ് ആയിരുന്നു അവിടെ. പുള്ളിക്ക് പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നും ഇല്ലായിരുന്നു, ബാക്കി എല്ലാവരും ബോളിൻ്റെ ബിഹൈൻഡ് ആയിരുന്നു. മോഹൻ ബഗാൻ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മത്സരം, പ്രത്യേകിച്ച് ഒരു നമ്പർ 9 ചെയ്യാനൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ അകത്ത്. ഇപ്പോൾ ഒബിയറ്റയൊക്കെ നമുക്കറിയാമല്ലേ, നമുക്ക് സൂപ്പർ കപ്പിൽ കണ്ടാണ് വലിയൊരു ഗോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ഓഫ് ദ ബോളുള്ള വർക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. ലൈക്ക് ആൾക്കാരെ ചേസ് ചെയ്യുക, പ്രസ് ചെയ്യുക, അത് ചെയ്യുക. ബെർട്ടമുവിൽ നിന്ന് അതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് 2 ആ ചാനലിൽ റൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ കുറച്ച് പ്രസ് ചെയ്യുന്നതോ അങ്ങനെ ഒരു സംഭവം നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് കാണാൻ കഴിഞ്ഞില്ല. പുള്ളിയുടെ ഫിറ്റ്നസിൻ്റെ ഇഷ്യൂ ആയിരിക്കും, ചിലപ്പോൾ ഹാംസ്ട്രിങ് ഒക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവാം. അത് എന്തായാലും ഇപ്പോൾ കളിക്കട്ടെ. പക്ഷേ ഫിറ്റ്നസ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്കുള്ള അവസരങ്ങൾ ഒരിക്കലും മാറ്റിക്കളയരുതെന്ന് തന്നെയാണ് പറയുള്ളൂ. കാരണം ഈ സീസണിൽ നിന്ന് പ്രത്യേകിച്ച് വേറെ പ്രതീക്ഷകളൊന്നുമില്ല. അച്ചലിനെ പോലൊരു പ്ലെയർ ഉണ്ട്, സെൻട്രൽ ഫോർവേഡാണ്. കാലിക്കറ്റ് FC കളിച്ചപ്പോൾ അവിടെ ഫോറിൻ സ്ട്രൈക്കേഴ്സ് ഉണ്ടായിട്ടും ആ ഒരു കോച്ച് പ്രിഫർ ചെയ്താണ് സെൻട്രൽ ഫോർവേഡ് റോൾ കളിക്കാൻ. എന്നിട്ട് അവിടെ ഡെലിവർ ചെയ്തൊരു പ്ലെയറാണ്. സൂപ്പർ ലീഗ് കേരളയും ISLും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട് ലെവലിൽ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും അച്ചൽ അർഹിക്കുന്നുണ്ട്. ഇൻ്റർകാശിയിലെ പെർഫോമൻസുകൾ നമ്മൾ നോക്കിയാലും തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട് ഒരു ചാൻസ്. അപ്പോൾ ആ ചാൻസ് വരട്ടെ. കാരണം എനിക്ക് തോന്നുന്നത് ഈ സീസണിൻ്റെ ഒടുവിൽ അച്ചലിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പ്ലെയറിന് ഇവിടെ ഒരു ലോങ് ടേം ഫ്യൂച്ചർ ഉണ്ടെന്ന് ആ പ്ലെയറിനെ കൺവിൻസ് ചെയ്യേണ്ട
ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവസരങ്ങൾ കൊടുക്കണം. ബർട്ടോമുവിൻ്റെ പെർഫോമൻസുകൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ 100% അവിടെ അച്ചലോ ശ്രീകുട്ടനോ അങ്ങനെ ഉള്ള പ്ലെയേഴ്സ് ആരെങ്കിലും കളിക്കണം, സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ബാക്ക് ചെയ്യണം, 3-4 മത്സരങ്ങൾ തുടർച്ചയായിട്ട് കൊടുക്കണം. ബിക്കോസ് അവിടെ ഉള്ളൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ്. കാരണം ബർട്ടോമുവിനൊരു പ്ലെയർ ലോങ് ടേമിലേക്കൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നൊരു പ്ലെയർ അല്ല. കാരണം ഇഞ്ചുറി ഹിസ്റ്ററി ഉണ്ട്, അധികം 30-31 വയസ്സുണ്ട്, എത്ര വർഷം കൂടിപ്പോയി ഈ സീസൺ കഴിഞ്ഞുണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. അപ്പം തീർച്ചയായിട്ടും ആ പ്ലെയേഴ്സിനൊക്കെ അവസരങ്ങൾ കിട്ടട്ടെ. പറ്റുവാണെങ്കിൽ ബർട്ടോമുവും ഗോളുകൾ അടിക്കട്ടെ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് എന്തായാലും എല്ലായിടത്തു നിന്നും സഹായം നമുക്ക് ആവശ്യമാണ് ഈ സീസൺ. ആരൊക്കെ കളിക്കുന്നോ അവരെ മെറിറ്റ് ബേസിൽ അവർ ടീമിൽ വരട്ടെ. അതാണ് കാറ്റലനോടും പറയാനുള്ളത്. ഇനി നമ്പർ 1 പോയിന്റിലേക്ക് കിടക്കാം. ഇതൊരു പോസിറ്റീവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ട് ഇന്ന് എനിക്ക് തോന്നിയത് ഒമാർ ബായാണ്. കാരണം ഈ ഒരു പ്ലെയറിനെ കുറിച്ച് എനിക്ക് ഭയങ്കര വലിയ സംശയം ഉണ്ടായിരുന്നു ഈ പ്ലെയർ ഈ ടീമിലേക്ക് വന്നപ്പോൾ. കാരണം ഒരു വർഷത്തോളം ഫ്രീ ഏജന്റ് ആയിരുന്നു, ക്ലബ്ബുകളിൽ കളിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു പ്ലെയറിനെയാണ് നമ്മൾ സെൻറ്റർ ബാക്കിൽ കൊണ്ടുവരുന്നത്. സെൻറ്റർ ബാക്ക് നമുക്കറിയാം ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനദർ പൊസിഷൻ. കുറേ പൊസിഷനുകളുണ്ട് നമുക്ക് ക്രിട്ടിക്കൽ ആയിട്ടുള്ള. ഗോൾ കീപ്പർ, റൈറ്റ് ബാക്ക്, സെൻറ്റർ ബാക്ക്, DM, അങ്ങനെ കുറേ പൊസിഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്തൊരു പൊസിഷനാണ് സെൻറ്റർ ബാക്ക്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു പ്ലെയർ വരുമ്പോൾ ഈ പ്ലെയറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഇൻഫർമേഷനും എനിക്കൊന്നും കിട്ടിയില്ല. എങ്ങനത്തെ ആളാണ്, എന്തായിരിക്കും. അപ്പം നാച്ചുറലി നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഒരു 10-11-12 മാസം ഒരു ക്ലബ്ബിലും കളിക്കാത്തൊരു പ്ലെയർ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ ചലഞ്ച് എന്തായാലും ഉണ്ടാവും. ഒമാറിൻ്റെ വീക്ക്നെസ് ഭയങ്കര ഓബ്വിയസ് ആണ്. അത് അദ്ദേഹത്തിൻ്റെ പേസ് തന്നെയാണ്. കാരണം ഒരു 1-on-1 സിറ്റുവേഷൻ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓവർ ദ ടോപ്പ് ബോൾ വരുവാണ്, ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് ഒരു 1-on-1 റേസ് വരണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എനിക്ക് തോന്നുന്നില്ല ഒമാറിന് ഓടിയെത്താൻ പറ്റുമെന്ന്. കാരണം അതൊരു വീക്ക്നെസ് തന്നെയായിട്ടാണ് തോന്നുന്നത്. അത് സെക്കൻഡ് ഹാഫിൽ എനിക്ക് തോന്നുന്നു പെട്രാട്ടോസ് ഇതുപോലെ തന്നെ പെട്രാട്ടോസിനെ തേടി ഒരു ഓവർ ദ ടോപ്പ് ബോൾ വന്നപ്പോഴത്തേക്ക് ഒമാർ ബായ്ക്ക് വേറൊന്നും ചെയ്യാനില്ല. പുള്ളിക്ക് അറിയാം പുള്ളി ആ ഒരു റേസിൽ എൻ്റർ ചെയ്താൽ പുള്ളി തോക്കുമെന്നറിയാം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി അങ്ങോട്ട് വീണ് ആ ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചു. കാരണം പെട്രാട്ടോസിൻ്റെ മുമ്പിലോട്ട് വീണ് പെട്രാട്ടോസിനെ ഉരുട്ടിയിട്ട് പുള്ളി ബോൾ അടിച്ച് കോർണർ എന്തോ കളഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതിൻ്റെ അകത്ത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം പുള്ളിയുടെ വീക്ക്നെസ് എന്താണെന്ന് അറിയാം. പക്ഷേ പുള്ളി അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു മത്സരത്തിൽ നല്ലോണം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന് പുള്ളിയുടെ പൊസിഷണൽ അവയർനെസ് ആണ്. കാരണം പേസ് ഇല്ലാത്ത പ്ലേയേഴ്സ് നമുക്കറിയാം, ഈ സെൻറ്റർ ബാക്സ് ഒക്കെ കുറച്ചും കൂടെ പ്രായമാകുമ്പോഴത്തേക്ക് അവർക്ക് ഓബിയസ്ലി അവരുടെ പേസ് കുറയുമല്ലോ, പേസ് നഷ്ടപ്പെടും. അപ്പോൾ അവരുടെ പൊസിഷനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആ ഗോൾ കൺസീഡ് ചെയ്തതിൽ പുള്ളിക്ക് പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. കാരണം അവിടെ അങ്ങനെ ഒരു ഓവർലോഡ് സംഭവിച്ചു. സഹീഫ് അവിടെ കമ്മിറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അഭിഷേക് അകത്തോട്ട് കയറി. കംപ്ലീറ്റ്ലി ലൈക്ക് 2 ഡിഫൻഡേഴ്സ് എന്തോ നമ്മുടെ ബോക്സിലുള്ളൂ, അവരുടെ 3-4 പ്ലെയേഴ്സ് എന്താണ്ടാണ് അപ്പോൾ ആ ബോക്സ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. പുള്ളിക്ക് അവിടെ ആ പ്ലെയറിനെ ക്ലോസ് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു, അവിടെ നിന്ന് ക്രോസ് വന്നു, അവിടെ നിന്ന് ഗോൾ വീണു. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പുള്ളിയുടെ ഫോൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഈ ഒമാർ ബാ ഒരു FC ഗോവയ്ക്കെതിരെയൊക്കെ കളിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ കംപ്ലീറ്റ്ലി സ്ട്രെച്ച് ആയിപ്പോയി, നമ്മൾ കംപ്ലീറ്റ്ലി പണ്ടാരടങ്ങുന്ന ഒരു അവസ്ഥ വന്നേക്കാം. പക്ഷേ ഈ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും പുള്ളിയുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു പ്രതിവിധി ഉള്ള പോലെ, അല്ലെങ്കിൽ പ്രതിവിധി കണ്ടുപിടിച്ച പോലെയാണ് പുള്ളി കളിച്ചത്. ചിലപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്തേക്കാരണം. കാരണം ബികാഷിന് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഒരു പേസിൻ്റെ ഇഷ്യൂ ബികാഷിനില്ല. അപ്പം ഈ ഒരു കോംബോ ചിലപ്പോൾ ഇവർ കറക്റ്റായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇത് വർക്കാവുന്നൊരു കോംബോ തന്നെയാണ്. പക്ഷേ അതിനും എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ഡിഫൻസ് എന്നൊക്കെ പറഞ്ഞൊരു കംപ്ലീറ്റ് ലൈനപ്പാണ്. ലൈക്ക് ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും ഒക്കെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് യൂണിറ്റാണ്. അവരെല്ലാവരും ഒരു വേവ് ലെങ്ത്തിൽ എത്തിയാലേ ഈ ഒരു സംഭവം ഒരു ടീമിന് കംപ്ലീറ്റ്ലി ബെനിഫിഷ്യലായിട്ട് വർക്ക് ചെയ്യുള്ളൂ. വലിയ ചാലഞ്ചസുകൾ ഇനിയും വരും, അതിൽ സംശയമൊന്നുമില്ല. ഒമാർ ബാ കംപ്ലീറ്റ്ലി ടെസ്റ്റഡ് ആവും. ചിലപ്പോൾ ഞാനീ പറഞ്ഞത് തിരിച്ച് എനിക്ക് തന്നെ പണിയായിട്ട് വരാം. പക്ഷേ ആസ് എ ഫസ്റ്റ് ഇംപ്രഷൻ ഐ തിങ്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ വൺ ഓഫ് ദി ബെറ്റർ പ്ലെയേഴ്സ് ടുഡേ എന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഇതാണ് ഗൈസ് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ മത്സരത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ 5 കാര്യങ്ങൾ. എൻ്റെ ആക്ച്വൽ പ്ലാൻ എല്ലാ കളിയും ഇതുപോലത്തെ വീഡിയോസ്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയിൽ 5 കാര്യങ്ങൾ, ബാക്കിയുള്ള മത്സരങ്ങളിൽ ഒരു 3 കാര്യങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും സംഭവമായിട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എല്ലാ ദിവസവും 2 കളിയാണ്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചിരുന്ന് മറ്റേ ഇന്റർകാശി ഗോവ കളി കാണാൻ ശ്രമിച്ചു. പക്ഷേ നടക്കുന്നില്ല, കളി കാണൽ നടക്കില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാന്നിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പാരലലി കളി കാണുന്നൊന്നും നടപടിയുള്ള കേസല്ല. ഇനിയിപ്പോൾ ചെയ്യണമെങ്കിൽ തന്നെ ഈ വീഡിയോ ഞാൻ ഇപ്പം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി എഡിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഈ കളി കണ്ടിട്ട് പിന്നെ ഞാൻ ആ വീഡിയോ ചെയ്യണം.
അപ്പം നിങ്ങൾ എന്തായാലും പറയാം, നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്ന് പറയാം. നിങ്ങൾക്കറിയാം നമ്മൾ പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 വീഡിയോസ് ചെയ്യുമായിരുന്നു ഓരോ മത്സരത്തിന് ശേഷവും. ആദ്യം ഒരു പ്ലെയർ റേറ്റിംഗ്സ് ചെയ്യും ഈ ദിവസം തന്നെ, പിന്നെ അടുത്ത ദിവസം 5 കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യും. നിങ്ങൾക്ക് എന്ത് കാണാനാണ് താല്പര്യം? നിങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 പോസ്റ്റ് മാച്ച് വീഡിയോ കാണണോ, അതോ ബാക്കിയുള്ള ISL മത്സരങ്ങളിൽ നിന്നുള്ള സംഭവങ്ങൾ കാണണോ? അപ്പം നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ രീതിയിൽ നമ്മൾ അടുത്ത കളി തൊട്ട് ചെയ്യുന്നതായിരിക്കും. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയുള്ള ദിവസം 2 കളി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസത്തെ 2 കളികളിൽ ഏതെങ്കിലും ഒരു കളിയായിട്ട് ചെയ്യാം. ലൈക്ക് ഞാൻ ആക്ച്വലി ഈ വീഡിയോ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല, അത് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, കളി ഞാൻ ഒട്ടും എൻജോയ് ചെയ്തില്ല. ജസ്റ്റ് ഒരു ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഒരു ചത്ത ഫീലിംഗ് ആയിരുന്നു. കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. വേറെ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഭയങ്കര പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെയാണ്. അപ്പം ഞാൻ എൻ്റെ യൂഷ്വൽ വീഡിയോൻ്റെ അത്രയും സാറ്റിസ്ഫാക്ഷൻ ഒന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഇതൊരു പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്ന് ഫിഗർ ഔട്ട് ചെയ്യുന്നുള്ളൂ. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ 2ാമത്തെ കളി ഇന്ന് ചെയ്യണം അങ്ങനെ ആലോചിച്ചായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് അടുത്ത കളിയിലേക്ക് പോവാം. അപ്പം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ലിറ്ററലി കഴിയാറായി. ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ മത്സരം ഇനി ആ ഒരു സെയിം ഇതിൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. കാരണം ഞാൻ ഒന്നും പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല. ഈ മത്സരം ഞാൻ ചുമ്മാ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഓണസ്റ്റ് ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. കാരണം അതനുസരിച്ച് ഞാനിത് ഇമ്പ്രൂവ് ചെയ്യും. കുറച്ചും കൂടെ ബ്ലാസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ പ്രിപ്പയർഡ് ആയിട്ട് വീഡിയോ ചെയ്യണം. എന്താ നിങ്ങളുടെ ഈ വീഡിയോനെ കുറിച്ചുള്ള ഇംപ്രഷൻ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടെ മാച്ചിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ വേറെ ഏതെങ്കിലും പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സമയമുണ്ടെങ്കിൽ ഫാൻ കോഡ് റീപ്ലേ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ഈ മത്സരം ചെയ്യാൻ ശ്രമിക്കാം, ഗോവ ഇന്റർകാശി. ഇല്ലെങ്കിൽ നാളത്തെ മത്സരം ചെയ്യാം. നമുക്ക് ബംഗളൂരു FC സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ കുറച്ച് പിള്ളേരൊക്കെ ഡൽഹിയിൽ കളിക്കുന്നുണ്ട്. BFC നമ്മുടെ റൈവൽസും ആണല്ലോ. അപ്പം നമുക്കത് നോക്കാം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. യു റിയലി ടേക്ക് കെയർ, ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് വോണ്ട് ടേക്ക് കെയർ ഓഫ് യു ദിസ് സീസൺ ബ്രോ. ബൈ ഫോർ നൗ.